നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് പ്രമുഖ മാധ്യമപ്രവർത്തകനായ ഖാദർ കരിപ്പടിയാണ്. 2023 ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സാവന്ത് ഇന്ന് വീണ്ടും അതേ കുറ്റകൃത്യത്തിന് അറസ്റ്റിലാക്കപ്പെടുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്? സവാദ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക അന്തരീക്ഷത്തിന് തന്നെ അപകടം വരുത്തി വെക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ലൈംഗിക താല്പര്യത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു വശം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതൊരു രോഗവുമായിരിക്കാം. പക്ഷെ അതൊരു രോഗമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ച് കാണേണ്ടതില്ല. ഇവിടെ സവാദിന്റെ ഇത്തരം ചെയ്തികൾക്ക് ഇരയാക്കപ്പെട്ടത് മസ്താനി മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ പെടുന്ന ഒരു പെൺകുട്ടി മാത്രമല്ല, മറിച്ച് അതിലെല്ലാ തരത്തിലും വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണൽ ആയിട്ട് വന്നിട്ടുള്ള മെസ്സേജുകളിൽ മുസ്ലിങ്ങളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്, ഹിന്ദുക്കളുമുണ്ട്. അതായത് അയാൾക്ക് ഇതൊരു രോഗമാണെങ്കിൽ നിയമവ്യവസ്ഥ ആ രോഗത്തിന് ചികിത്സ കണ്ടെത്തി കൊടുക്കണം. അയാളെ രോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഇളവുകൾ കൊടുത്ത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് ജാമ്യം എന്നുള്ള അവകാശത്തിന്മേൽ അയാൾ പലരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ട് ഇവിടുത്തെ വ്യവസ്ഥകൾ വ്യക്തമായിട്ട് അയാളെ ചികിത്സക്ക് പറഞ്ഞേക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജാമ്യം കൊടുത്ത് നേരെ അയാളെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് വിടുക എന്നുള്ളതാണ് ഇതിന് ഒറ്റ പ്രതിവിധി. അല്ലെങ്കിൽ പൊതുജനം കൈകാര്യം ചെയ്യുന്നേ. പൊതുജനം ഇനിയും ഇങ്ങനെ ഒരു അവസ്ഥ അയാളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പഴയതുപോലെ നിൽക്കില്ല. പൊതുജനം വിചാരണ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകും. അങ്ങനെ ആൾക്കൂട്ട ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് ആരുടെ വീഴ്ചയായി കാണും? ഇവിടുത്തെ നിയമവ്യവസ്ഥകളുടെ വീഴ്ചയായി കാണും. എൻ്റെ അറിവിൽ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേസിലെ ഒരു ഹണി ട്രാപ്പുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വാട്സപ്പിൽ ഈ പറയുന്ന ആ സ്ത്രീയുടെ മകൾ തന്നെയാണ് അവരെ കുറിച്ച് എന്നോട് പറയുന്നത്. അവരുടെ വാട്സപ്പിൽ ഇവന്റെ ലൈംഗിക പ്രവണതകളുള്ള മെസ്സേജുകളാണ്. ഞാനിത് മസ്താനി എന്ന് പറയുന്ന ആ സഹോദരിയോട് പറഞ്ഞിരുന്നു. അവരെ നേരിട്ട വെല്ലുവിളികൾ വലിയ വെല്ലുവിളികളാണ്. കാരണം അവരെന്തോ ആയിക്കൊള്ളട്ടെ, അവരാരോ ആയിക്കൊള്ളട്ടെ, അവരേത് രീതിയിലുള്ള വസ്ത്രം ധരിച്ചോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. അപ്പോൾ അവര് പറഞ്ഞ വസ്തുതകളെ കുറിച്ചിട്ട് അന്വേഷിക്കാതെ അവരെ വേട്ടയാടിയവർക്ക് ഇന്ന് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോഴും ഈ പറയുന്നത് പോലെ ആളുകൾ പറയുന്ന സത്യത്തിനപ്പുറത്ത് അതാര് പറയുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ പറയുന്നത് സത്യമാണോ എന്നുള്ളത് ചിന്തിച്ചാൽ പോരെ? അയാൾ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ പോരെ? അത് ആര് പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തെയും തെറ്റിനെയും നിർവചിക്കുന്ന ഒരു സമൂഹം. പണ്ട് ബാത്റൂമിലൊക്കെ വൃത്തികേടുകൾ എഴുതി വെച്ചിരുന്ന ഒരു കൂട്ടം സമൂഹം, ഒരു 10%, 90%അല്ല, 10% ആളുകൾ ഇന്ന് ഫേസ്ബുക്കിലുണ്ട്. അവര് പണ്ട് ബാത്റൂമിലായിരുന്നു എഴുതി വെച്ചുകൊണ്ടായിരുന്നു, ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് അവർ എഴുതുന്നത്. അപ്പൊ അത്തരക്കാരുടെ വെർബൽ റൈപ്പിന് ഇരയാക്കപ്പെടുന്നവർ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഉണ്ട്. അവര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം മനോരോഗികളാണ്. ആ മനോരോഗികൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു യാഥാർത്ഥ്യമില്ല. അവര് പണ്ട് ബാത്റൂമിൽ എഴുതുന്നു, ഇന്ന് ഫേസ്ബുക്കിൽ എഴുതുന്നു. എന്നതിനപ്പുറത്തൊരു അത്ഭുതമില്ല. സവാദിനെ പോലെയുള്ള ആളുകളെ ന്യായീകരിക്കുന്നതിൽ കൂടുതലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട്. കൂടുതലും ഇത്തരക്കാരാണ്. കാരണം അവർക്ക് ഇത് വേണം. സവാദിനെ അന്ന് സപ്പോർട്ട് ചെയ്ത് മെൻസ് അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു. അവർ പൂമാലയിട്ടിരുന്നു. നാളെ അവർ പാലഭിഷേകം നടത്തില്ല എന്ന് ആര് കണ്ടു? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഈ ഇത്തരത്തിലുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അയാൾ ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം കേരളത്തിൽ നടന്നതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര രീതിയിൽ എതിർക്കപ്പെടുന്നു. പക്ഷെ കേരളത്തിന് പുറത്ത് ഗുജറാത്ത് കലാപത്തിലെ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിൽ നിന്ന്, അതായത് ഗർഭിണിയെ പീഡിപ്പിച്ച ആളുകൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പൂമാലയിട്ട് സ്വീകരിച്ച ഒരു രാജ്യത്ത് നിൽക്കുന്ന നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം നിലവിൽ ഈ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ പലരും അത് എടുത്ത് ആ രീതിയിലുള്ള പ്രവണത ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ആരെങ്കിലുമൊക്കെ ചെയ്യുന്നില്ലേ, നമ്മൾ ചെയ്തേക്കാം. ഇതൊക്കെ ആ രീതിയിൽ പെടുത്തേണ്ട കേസുകളാണ്. 100% അപകടകാരിയായിട്ടുള്ള പല ഇടങ്ങളിലും പൂമാലയിട്ട് സ്വീകരിക്കുന്നുണ്ട്. പല കുട്ടികളെ പീഡിപ്പിച്ചവർ പോലും പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സമൂഹം. നിങ്ങൾ
മനുഷ്യരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ പൂമാലയോ പൂന്തോട്ടമോ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മാരക വേർഷനാണ് ഈ പറയുന്ന സവാദിന്റെ കേസിൽ ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ എല്ലാ സാധനത്തിനെയും ഒരേ കണ്ണുകൊണ്ട് കാണണം എന്നുള്ളതാണ്. ഈ രാജ്യം ഇങ്ങനെയാണ്. ഇത് മാറാനൊന്നും പോകുന്നില്ല. മാറണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം മാറണം. ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ മാറണം. എത്രയോ ഈ രാജ്യത്തെ സഹോദരികൾ ഉണ്ടെന്ന് അറിയോ പണ്ടത്തെ സ്ട്രോങ് നിയമം എത്രയോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഒരു പരിധി വരെ അറുതി വരില്ലേ? നിയമം സ്ട്രോങ് ആണ്. ആരും നിയമം സ്ട്രോങ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിയമത്തെ കൈകാര്യം ചെയ്യുന്ന സിസ്റ്റം സ്ട്രോങ് അല്ല. അവിടെയാണ് നിയമത്തിന് മുന്നിലും നിയമത്തിന് മുകളിൽ നീതി നടപ്പിലാക്കാൻ ചില അച്ഛന്മാർ ഇറങ്ങുന്നത്. നിയമത്തിന് മുകളിൽ നീതിയാണെന്ന് പറഞ്ഞ് ചില അച്ഛന്മാര്, മാതാപിതാക്കള് മക്കളെ കൊന്നവരെ കൊല്ലാൻ വരുന്നത് നിയമത്തിന് മുകളിലാണ് നീതി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. മനസ്സിലായോ? കൃത്യമായ നിയമം നടപ്പിലാക്കേണ്ടവർ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയായിരുന്നില്ല. നിങ്ങൾക്കറിയാനില്ല. കാരണം എന്റെ അടുത്ത് വരുന്ന ഒരുപാട് കേസുകളിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ, പുരുഷന്മാരുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കുറെ ഫേക്ക് കേസുകളിൽ പെട്ടിട്ടുള്ള പുരുഷന്മാരുണ്ട്. പക്ഷെ കുറെ സ്ത്രീകളുണ്ട്. അവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ ഭാഗം പോലും പറയാൻ പറ്റാതെ വെർബൽ റേപ്പിന് ഇരയാക്കപ്പെട്ട് അവസാനം ഒരു മുഴം കയറിൽ ജീവൻ അവസാനിച്ചു പോകുന്ന ഒരുപാട് പാവം മനുഷ്യന്മാരുണ്ട് നമ്മുടെ നാട്ടില്. സിസ്റ്റത്തിന്റെ പോരായ്മയാണ്. സംരക്ഷണം കൊടുക്കണം. ഏതൊരു മനുഷ്യനും സത്യസന്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ സിസ്റ്റത്തിന് പറ്റണം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ പണി അറിയാവുന്നവർ ആ ഇരിപ്പിടങ്ങളിൽ ഇരിക്കട്ടെ. മറ്റുള്ളവർ ഒഴിഞ്ഞു പോവും. പറ്റുന്നില്ലെങ്കിൽ ഒഴിഞ്ഞു പോവുക. നല്ല ചങ്കൂറ്റമുള്ളവർ വരട്ടെ, ആണായാലും പെണ്ണായാലും വരട്ടെ. നമ്മുടെ നാട് ഇങ്ങനെയാണ് സഹോദരി. ഇത് മാറാനോ പിടിക്കാനോ പോകുന്നില്ല. സവാദിന്റെ കേസിൽ സവാദിന് ഉടൻ തന്നെ നല്ലൊരു ആശുപത്രി കാണിക്കുക, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അത് ഈ മസ്താനി തന്നെ പറയുന്നുണ്ട്. ആ പെണ്ണ് ഉറങ്ങിയിട്ടില്ല എന്ന്, എത്രയോ കാലങ്ങളോളം ഉറങ്ങിയിട്ടില്ല എന്ന് അവര് പറയുന്നത്. 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും നീതി ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. നീതി ലഭിച്ചിട്ടില്ല പൂർണ്ണമായും, എങ്കിലും ഈ ഒരു സ്ത്രീ ആദ്യമായി തനിക്കൊരു അതിക്രമം നേരിട്ടു എന്ന് പറയുമ്പോൾ അവിടെ ആ സ്ത്രീനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവിടെയാണ് അവരെ കീറുമുറിക്കുന്നത്. അവരുടെ വസ്ത്രധാരണം, അവരുടെ സ്വഭാവം, അവരുടെ പശ്ചാത്തലം, ഇതെല്ലാം വെച്ചിട്ടാണ് അവർ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോഴും ആ പെൺകുട്ടി ആ 2 വർഷം അനുഭവിച്ച മാനസിക പീഡനങ്ങളിൽ നിന്ന് വിമുക്തിയായിട്ടില്ല. ഇന്നും ആ കുട്ടിക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും സവദ് വീണ്ടും പിടിയിലാക്കപ്പെട്ടിട്ടു. ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിലും മറ്റുള്ളിടത്തും എഴുതിക്കൊണ്ടുള്ള കുറെ ടീം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. എല്ലാവരും അല്ല, ഉണ്ട്. അവര് ഇന്നിവിടെ എഴുതുന്നേ ഉള്ളൂ. 1% ഉള്ളൂ ചാർജ്. ഇപ്പൊ അവസാനിക്കും. സവാദിനെതിരാണ് എന്റെ നിലപാട്. ഒരു സംശയം വേണ്ട. സവാദിനെ പൂട്ടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. പോലീസ് സ്റ്റേഷനുമായിട്ട് ആദ്യം ബന്ധപ്പെട്ട അത് ചെയ്തുകൊണ്ടേക്കും. ഒരു വീട്ടിലേക്ക് ഉണ്ടാകില്ല. ആ പെൺകുട്ടിക്ക് വേണ്ട എല്ലാ നിയമസഹായം ചെയ്യും. നിലവിൽ എന്റെ അടുത്ത് വന്നിട്ടുള്ള ആളുകൾക്ക് നിയമത്തിന് അവർ വഴങ്ങുന്നുണ്ട് എങ്കിൽ ഞാൻ കൂടെ നിൽക്കും. സൗജന്യമായി നൽകും. സവാദിനെതിരെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെ വക്കീൽ ഫീസ് അടക്കം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ചെയ്യാം. ഒരു കുഴപ്പമില്ല. സന്തോഷം. എന്തായാലും സവാദിന് സർക്കാർ എത്രയും പെട്ടെന്ന് ഒരു നല്ല ചികിത്സ നൽകട്ടെ. അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകും. ജയിലിൽ അടയ്ക്കേണ്ടതിന് പകരം അദ്ദേഹത്തിന് നല്ലൊരു ചികിത്സ തന്നെയാണ് നൽകേണ്ടത്. ഇത്രയും സമയം നമുക്കിപ്പം ചെലവഴിച്ചതിന് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.